2023 അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇറാഖ് അധിനിവേശം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ സൈനിക ഇടപെടലുകളിലൊന്നാണ്. ഈ യുദ്ധം ബാത്തിസ്റ്റ് ഭരണകൂടത്തിന്റെ തലവനായ സദ്ദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളാനും ഇറാഖിനെ മോചിപ്പിക്കാനും കൂട്ടനശീകരണ ആയുധങ്ങൾ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ ഈ അധിനിവേശം ഇറാഖിൽ ദീർഘകാലമായ അസ്ഥിരതയും വംശീയ സംഘർഷങ്ങളും ലക്ഷക്കണക്കിന് മനുഷ്യജീവന്റെ നഷ്ടത്തിനുമാണ് കാരണമായത്. 1979 ഇറാഖിന്റെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ സദ്ദാം ഹുസൈൻ ബാത്ത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഏകാധിപത്യ ഭരണം സ്ഥാപിച്ചു. 1991 ഗൾഫ് യുദ്ധത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാഖിനെ പരാജയപ്പെടുത്തി. എന്നാൽ സദ്ദാം അധികാരത്തിൽ തുടർന്നു. ഈ യുദ്ധത്തിനു ശേഷം ഐക്യരാഷ്ട്രസഭ ഇറാഖിനെതിരെ സാമ്പത്തിക ഉപരോധവും നോൺ ഫ്ലൈ മേഖലകളും ഏർപ്പെടുത്തി. സദ്ദാമിന്റെ ആയുധ പദ്ധതികൾ നിരീക്ഷിക്കാൻ ആയുധ പരിശോധനകളും ആരംഭിച്ചു. 2001 സെപ്റ്റംബർ 11 നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അമേരിക്കയുടെ വിദേശ നയത്തെ തീവ്രമായി മാറ്റിമറിച്ചു. പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ ആഗോള തീവ്രവാദത്തിനെതിരായ യുദ്ധമെന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഇറാഖ് ഒരു പ്രധാന ലക്ഷ്യമായി മാറി. ബുഷ് ഭരണകൂടം സദ്ദാം ഹുസൈൻ കൂട്ടനശീകരണ ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്നും അൽ ഖ്വയ്ദയുമായി ബന്ധമുണ്ടെന്നും ഇറാഖ് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നുമൊക്കെ വാദിച്ചു. 2002 ബുഷിന്റെ ആക്സിസ് ഓഫ് ഈവിൽ പ്രസംഗത്തിൽ ഇറാഖിനെ ഇറാനും ഉത്തര കൊറിയയ്ക്കുമൊപ്പം ഉൾപ്പെടുത്തി. 2003 മാർച്ച് 20 അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, പോളണ്ട് എന്നിവയടങ്ങുന്ന സഖ്യസേന ഷോക്കാൻ ഓ എന്ന തന്ത്രത്തോടെ ഇറാഖിനെ ആക്രമിച്ചു. 1,60,000 സൈനികർ, അതിൽ 73% അമേരിക്കക്കാർ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ബാഗ്ദാദിന്റെ പതനം 2003 ഏപ്രിൽ 9 അങ്ങനെ സംഭവിക്കുകയായിരുന്നു. സദ്ദാം ഹുസൈന്റെ ഭരണകൂടം 26 ദിവസത്തിനുള്ളിൽ തകർന്നു. 2003 മെയ് 1 ബുഷ് മിഷൻ അക്കംപ്ലീഷ്ഡ് എന്ന പ്രസംഗത്തിൽ പ്രധാന യുദ്ധ നടപടികൾ അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. അമേരിക്കൻ ഭരണകൂടം യുദ്ധത്തിന് 3 പ്രധാന ന്യായീകരണങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഒന്ന്, ഇറാഖിന് കൂട്ടനശീകരണ ആയുധങ്ങളുണ്ടെന്നും അവ അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും. എന്നാൽ 2004 ഇറാഖ് സർവേ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് 1991 ശേഷം ഇറാഖിന്റെ ആയുധ പദ്ധതികൾ പ്രവർത്തനരഹിതമാണെന്നാണ് കണ്ടെത്തിയത്. 2, സദ്ദാം ഹുസൈൻ അൽ ഖ്വയ്ദയെ പിന്തുണയ്ക്കുന്നുവെന്നായിരുന്നു ആരോപിച്ചത്. എന്നാൽ CIA-യും DIA-യും ഇതിന് തെളിവില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. 3, ഇറാഖിൽ ജനാധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം. എന്നാൽ ഈ ലക്ഷ്യം എങ്ങും എത്താതെ പോയി. 2003 ജൂലൈയിൽ സദ്ദാമിന്റെ മക്കളായ ഉദയും കുസയും മൊസൂളിൽ US സൈനികർക്കെതിരെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 2003 ഡിസംബർ 13 ഓപ്പറേഷൻ റെഡ് ഡോൺ എന്ന സൈനിക നടപടിയിൽ ടിക്രിത്തിനടുത്ത് ഒരു ഭൂഗർഭ ബങ്കറിൽ ഒളിച്ചിരുന്ന സദ്ദാം ഹുസൈനെ US സൈന്യം പിടികൂടി. 2005 ഒക്ടോബറിൽ 1988 ദുജയിൽ കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള മനുഷ്യത്വ വിരുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ഇറാഖി പ്രത്യേക ട്രൈബ്യൂണൽ അദ്ദേഹത്തിന്റെ വിചാരണ ആരംഭിച്ചു. 2006 നവംബർ 5 സദ്ദാമിനെ കുറ്റക്കാരനായി അമേരിക്ക കണ്ടെത്തി. 2006 ഡിസംബർ 30 ബാഗ്ദാദിൽ വധശിക്ഷ നടപ്പാക്കി. വധശിക്ഷയുടെ നിമിഷങ്ങളിൽ സദ്ദാം ശാന്തനായിരുന്നു. വീഡിയോ ദൃശ്യങ്ങളിൽ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ഇറാഖിന് വേണ്ടി മരിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. ഇസ്ലാമിക പ്രാർത്ഥനയായ ഷഹാദത്ത് കലിമ ഉരുവിടുകയും ചെയ്തു. എന്നാൽ വധശിക്ഷ നടപ്പാക്കിയ രീതി വിവാദമായി. ചില ഷിയ ഗ്രൂപ്പുകൾ സദ്ദാമിനെ അപമാനിക്കുകയും വധശിക്ഷയെ വംശീയമായ പ്രതികാരമായി ചിത്രീകരിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ഇത് ഷിയ സുന്നി സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2003 2011 വരെ നീണ്ട ഇറാഖ് യുദ്ധം 4500 അമേരിക്കൻ സൈനികരുടെയും 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഇറാഖി സിവിലിയന്മാരുടെയും മരണത്തിന് കാരണമായി. യുദ്ധം, ഷിയ സുന്നി സംഘർഷങ്ങൾ, അൽ ഖ്വയ്ദ, ഇറാൻ, ഇറാഖ്, പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഉയർച്ച എന്നിവയ്ക്കൊക്കെ നീണ്ട ഒരു വഴിയൊരുക്കുകയായിരുന്നു. 2003 സ്ഥാപിതമായ കോളിഷൻ പ്രൊവിഷണൽ അതോറിറ്റി ബാത്തിസ്റ്റ് പാർട്ടി വിലക്കുകയും ഇറാഖി സൈന്യം പിരിച്ചുവിടുകയും ചെയ്തു. ഇത് വൻതോതിൽ അരാജകത്വത്തിനും കലാപങ്ങൾക്കും കാരണമായി. 2004 ഇറാഖ് സർവേ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് കൂട്ടനശീകരണ ആയുധങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത് ബുഷ് ഭരണകൂടത്തിന്റെ യുദ്ധന്യായീകരണത്തിന് വലിയ വിമർശനമാണ് ഉയർത്തിയത്. 2005 മുൻ CIA ഡയറക്ടർ ജോർജ് ടെനറ്റ് ആയുധങ്ങളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് തെറ്റായിരുന്നു എന്നാണ് സമ്മതിക്കുന്നത്. ഇറാഖ് യുദ്ധം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്ക് അങ്ങനെ വിധേയമായി. ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ യുദ്ധത്തെ അന്ന് എതിർത്തു. UN-ന്റെ അനുമതിയില്ലാതെ നടന്ന ഈ അധിനിവേശം അന്താരാഷ്ട്ര നിയമലംഘനമാണെന്നും വാദിച്ചു. 2006 പ്യൂ ഗ്ലോബൽ ആറ്റിറ്റ്യൂഡ്സ് പ്രൊജക്ട് അനുസരിച്ച് ജോർദാൻ, ഈജിപ്ത്, ലെബനൻ, തുർക്കി എന്നിവിടങ്ങളിലെയും 70 മുതൽ 96% ആളുകളും ഈ യുദ്ധത്തെ എതിർത്തവരായിരുന്നു.
2003 ഇറാഖ് അധിനിവേശം സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടത്തെ താഴിറക്കിയെങ്കിലും ഇറാഖിൽ ദീർഘകാല അസ്ഥിരതയും വൻതോതിലുള്ള മനുഷ്യനഷ്ടവുമാണ് ഉണ്ടാക്കിയത്. കൂട്ടനശീകരണ ആയുധങ്ങളുടെ അഭാവവും അൽ-ഖ്വയ്ദ ബന്ധത്തിൻ്റെ തെളിവില്ലായ്മയും യുദ്ധത്തിൻ്റെ ന്യായീകരണത്തെ ഇന്നും ചോദ്യം ചെയ്യുകയാണ്. ഇറാഖിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഘടന മനസ്സിലാക്കുന്നതിലെ പരാജയവും അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ പിഴവുകളും യുദ്ധത്തിൻ്റെ ദുരന്ത ഫലങ്ങളും അമേരിക്കൻ അധിനിവേശത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ തുറന്നുകാട്ടുകയായിരുന്നു.